നമ്മുടെ എന്താ പരിപാടി എന്താന്ന് വെച്ചാൽ ഞാനും ഇവനും പ്രോ ഗോൾ കീപ്പർ അഭിജിത്തിനെതിരെ കുറച്ച് ഷോട്ട് അടിക്കും. അപ്പൊ ഞങ്ങൾ അടിക്കുന്ന ഓരോ ഗോളിലും ഞങ്ങൾക്ക് 100 രൂപ വീതം സമ്മാനം. ഗോൾ കീപ്പറിനെ സേവ് ചെയ്യുമോ? ഫൈൻ, ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് നമ്മുടെ ആദ്യത്തെ പരിപാടി 5 ലോങ് റേഞ്ച്. ലെറ്റ്സ് ഗോ. അത് എന്റെ അനിയനടി. ഇവനൊരു 2 എണ്ണം ഗോൾ അടിക്കും. കീപ്പർ ഇത് ചിലപ്പോ ഗോളാവാൻ സാധ്യതയുണ്ട്. ഇതിനെ സേവ് ചെയ്യൂ. കീപ്പർ കോൺഫിഡന്റ് ആണ്. സേവ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഗോൾ അടിച്ചിരിക്കും, പക്ഷെ അഭിജിത്ത് നിന്ന് സേവ് ചെയ്യും. നിലവിൽ ഇവന്റെ അക്കൗണ്ടിൽ ഒരു 10 പൈസ ഉണ്ട്. എന്ത് ഷോട്ട് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ഷോട്ട് അടിക്കേണ്ടത്. സോ ഗൈസ് നമ്മൾ എങ്ങനെയാണ് ഷോട്ട് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഗോൾ കീപ്പർ അവിടെ നിൽപ്പുണ്ട്, ബോൾ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ വതുക്കെ പോയി ഷോട്ട് അടിക്കണം. അപ്പൊ അത് ഗോളാവും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പൊ എന്റെ രണ്ടാമത്തെ ഷോട്ട്. My good God. തോമേ, ഞാനിത് ഗോൾ അടിക്കോ ഇല്ലയോ? ഇല്ല. ഓ, അസൂയ. ഓവർ കോൺഫിഡൻസ്. എന്തോ പറഞ്ഞായിരുന്നല്ലോ തൊട്ട് മുമ്പ്. ഓവർ കോൺഫിഡൻസ്. ആ, അങ്ങനെ തന്നെ. ഗൈസ് വാട്ട്? എന്നൊക്കെ എനിക്ക് നിസ്സാരം 300 രൂപ എന്റെ അക്കൗണ്ടിൽ പോയി. അപ്പൊ ഗൈസ് അടുത്തത് 3 ഫ്രീ കിക്ക്. ഒരാൾ ഡിഫൻഡർ ആയിട്ട് അടിക്കും, ഒരാൾ ഗോൾ അടിക്കും. ഞാൻ അല്ല ആരെങ്കിലും അടിക്കണം. അപ്പൊ ആദ്യം ഞാൻ അടിക്കാം. ലെറ്റ്സ് ഗോ ബേബി. അതിനൊട്ടും ഒരിതില്ലേ? അടുത്ത എന്റെ അനിയൻ, അവനൊന്നും അടിക്കില്ല. ടോം ഇത് നീ ഗോൾ അടിച്ചാ എന്റെ അക്കൗണ്ടിലുള്ള 300 രൂപ നിനക്ക് സേവിയാണേ എന്റെ കാശ്. കാശ് സേഫ്. ഇന്ന് ടോമിന്റെ ദിവസമല്ല ഗൈസ്, ഇന്ന് ടോമിന്റെ ദിവസമല്ല. ഇന്ന് ഏത് ദിവസം? ഇന്ന് വെനസ്ഡേ. സോറി. യെസ്, 3 മിസ്. അവൻ ഈ 2 ചാലഞ്ചിൽ ഒരു ഗോളും ഇല്ല. നൈസ്. അപ്പൊ അടുത്ത നമ്മുടെ പരിപാടിയാണ് 3 വോളി. ലെറ്റ്സ് ഗോ. അപ്പോ ഞാൻ ഒരെണ്ണയിലും ഗോൾ അടിക്കുമെന്ന് ഗോൾ കീപ്പറിനോട് ചോദിക്കാം. അതെ, ഞാൻ ഒരെണ്ണയിലും ഗോൾ അടിക്കുമോ? അവൻ അടിക്കുന്നതാണ് പറഞ്ഞത്. കേട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ. My goodness. Goal. ഒന്ന് ചെറുതാക്കി ഞാൻ കൊടുത്തതാ. പിടിച്ചോട്ടെ. അടുത്ത ചോക്ക്. ലെറ്റ്സ് ഗോ. ആസ് യു ഗൈസ് നോ, ടോമിന് വോളി അടിക്കാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പേടിക്കണ്ട. ഗൈസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചോണ്ട ഗോളായിരുന്നു. ഹൈ ബോൾ, നോ ഗോൾ. അപ്പൊ ഇത് ഗോളാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. കീപ്പർ എന്ത് ചെയ്യാനാ? നല്ല കീപ്പറൊക്കെ ഗോൾ പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഷോട്ടൊക്കെ പോയി അല്ല. അതെ, സ്വയം അതൊക്കെ അറിയാം. സന്തോഷം. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി ഞങ്ങൾക്ക് 2 പേർക്ക് 3 പെനാൾട്ടി. ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം എന്റെ അനിയനടി. നീ ചെക്കൻ ഞെട്ടിപ്പോയി. 3 പെനാൾട്ടിയും ഗോളല്ലേ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നും മറക്കില്ല. അങ്ങനെ 2. എന്തെങ്കിലും പറയാനുണ്ടോ? 3 ഗോളാണ്. ഞാൻ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? എന്നാ കാര്യം മിസ് ചെയ്ത്. അയ്യോ എന്റെ അനിയൻ. അയ്യോ ചേട്ടാ ചേച്ചി പിന്നെ മിസ് ചെയ്ത്. സോ ഗൈസ്
എനിക്ക് വേണമെങ്കിൽ 3 അടിക്കാം. പിന്നെ എൻ്റെ അനിയൻ സങ്കടമായിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ അടിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ആദ്യത്തേത് ഗോളാണ്. അടുത്ത രണ്ടെണ്ണം മിസ്സാക്കാം. മിസ്സാക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കാലൊന്നും സമ്മതിക്കുകയില്ല. വേണ്ടായിരുന്നു, ഒരു കാര്യമില്ലായിരുന്നു. ഇതും പിന്നെ വാ വിളിക്കാത്തോണ്ട് ഇന്ന് വാ വിളിച്ചു. ഇത് എന്താണ് കേസ് ഇങ്ങനെ? നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയർ ഇവിടെ നിൽക്കും. അപ്പോൾ മറ്റേ പ്ലെയർ ഈ പ്ലെയറിന് പാസ് ചെയ്യണം, ഈ പ്ലെയർ തിരിച്ച് പാസ് ചെയ്യണം. നമ്മൾ ഷോട്ട് അടിച്ച് ഗോളാക്കണം. 3 ട്രൈ രസം ആദ്യം എൻ്റെ അനിയനിരിക്കും. ആദ്യം എൻ്റെ അനിയനിരിക്കും. സ്വപ്നങ്ങളിൽ മാത്രം. ഗോൾ ഗോൾ. ഞാൻ പറഞ്ഞത് എങ്ങനെയാ? സേവ്. Unbelievable. Unbelievable. നമ്മുടെ ലാസ്റ്റത്തെ ചലഞ്ച്, ഒരാൾക്ക് ഒരു 3 ട്രൈ, അവിടെ ഒരു ബക്കറ്റ് ഇരിക്കും. നമ്മൾ ഇവിടെ നിന്ന് അടിച്ച് ബക്കറ്റിൽ കൊളിക്കണം. ഭയങ്കര പാടുള്ള പരിപാടി എന്തായാലും നോക്കാം. സമാധാനം. അടുത്ത ഞാൻ. എനിക്കൊന്നും പറ്റിയാലോ, പേടിക്കണ്ട ഗൈസ്. സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട്, മനസ്സിലായോ? എനിക്ക് പേടിയുണ്ട്. നിനക്ക് പേടിയുണ്ടോ? അപ്പൊ എനിക്ക് മാത്രമേ പേടിയുള്ളൂ. നമ്മുടെ ഗോൾ കീപ്പർ അവൻ കൊള്ളിക്കോ നോക്കട്ടെ. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വരട്ടെ. അതിന് മുൻപ് എനിക്കൊരു ബൈസൈക്കിൾ ഗോൾ കയറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പൊ തന്നെ കയറ്റും. ഫസ്റ്റ് ട്രൈ ഗോളാണ്. പോവാ. എന്റെ കർത്താവേ, സ്റ്റോമിനൊന്നും അറിയാൻ അറിയത്തില്ല. നൈസ് വൺ. ആ ഗോള് ബോളായിരുന്നു എനിക്കറിയാം. എന്തായാലും ഗോളായിട്ട് നമ്മൾ കൂട്ടി. ഈ ചന്ദ്രൻ ഞാൻ ജയിച്ചു. അതും പറയാൻ കുറെ ഗോള് പഠിച്ചു. അതിനനുസരിച്ച് എനിക്ക് കാശും കിട്ടിയിരിക്കുന്നു. യെസ്. അതായത് നിങ്ങളെല്ലാം എന്താണ് ചെയ്യേണ്ടത്? നീ തന്നെ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അതെ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് വേണമെന്നില്ല. അപ്പോൾ ബൈ ബൈ.